103 കിലോയോളം എനിക്ക് ഇത് വന്നു. 103 കിലോ വണ്ണം വന്ന ആളാണ് ഇതിപ്പോ ഈ കുറഞ്ഞു നിൽക്കുന്നത്. വയറൊക്കെ നല്ലപടി. ഇപ്പൊ എനിക്ക് 83. നമ്മളിതേ കോട്ടയത്ത് നിന്ന് വയനാട് എത്തിയതാണ്. ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശാലിനി നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ കോട്ടയത്താണ്. വയനാട്ടിൽ നിന്ന് കോട്ടയം വരെ എത്തിയാണ്. അതെ, വയനാട്ടിൽ നിന്ന് കോട്ടയത്തിലേക്ക് വന്നതാണ് ജോബി ചേട്ടനെ കാണാനായിട്ട്. അതെ, ജോബി ചേട്ടനെ കാണാൻ വേണ്ടി. എന്താണ് സംഭവം? ജോബി ചേട്ടൻ നമ്മുടെ ഒരു ക്ലൈന്റ് ആണ്, കാനഡയിൽ നിന്ന് കണക്ട് ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അവര് നാട്ടിൽ വന്നപ്പോ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. ബാക്കി കാര്യങ്ങൾ ജോബി ചേട്ടനോട് ചോദിക്കാം. ജോബി ചേട്ടാ നമസ്കാരം. നമസ്കാരം. എത്തിയ നാട്ടില് ഞാൻ വന്നിട്ട് ഇപ്പം 3 ആഴ്ചയായി. എന്തായി നമ്മുടെ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം വെളിയിൽ നിന്നാണ് വരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഏകദേശം 1 കൊല്ലം മുമ്പാണ് ഞാൻ വീഡിയോ കണ്ടത്. നമ്മൾ തന്നെ ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതെ, അങ്ങനെ കണ്ട് ഞാൻ എൻ്റെ മൊബൈലിൽ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഞാൻ കരുതി എന്നെ കൊണ്ട് ഇത് പറ്റും. ഇല്ലെങ്കിൽ ഞാൻ അന്ന് ഡോക്ടറെയൊക്കെ കാണുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു പ്രഷർ ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇതൊക്കെ മുന്നോട്ട് ഉടനടി തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോഴേ ഹെൽത്തിന്റെ കാര്യമൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരികയില്ല, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയം തന്നെ ഞാൻ നോക്കി എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് കരുതി ഞാൻ ചെറിയ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എക്സസൈസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ഫുഡ് അനാവശ്യമായിട്ട് വൈകിട്ടില്ല, ഫുഡ് അനാവശ്യമായിട്ട് കഴിക്കുമായിരുന്നു. എക്സസൈസ് ചെയ്യും എന്നാൽ ഫുഡും കഴിക്കും. അത് അനാവശ്യമായിട്ട് അതിനൊരു കൺട്രോൾ ഇല്ലായിരുന്നു. അപ്പം കൂടുതലായിട്ട് വെയിറ്റ് എനിക്ക് വീണ്ടും കൂടി. എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ലാതെ. എത്ര വെയിറ്റ് വന്നു? ഞാൻ 103 കിലോയോളം എനിക്ക് ഇത് വന്നു. 103 കിലോ വണ്ണം വന്ന ആളാണ് ഇതിപ്പോ ഈ കുറഞ്ഞു നിൽക്കുന്നത്. വയറൊക്കെ നല്ലപടി. ഇപ്പൊ എനിക്ക് 83. 83 കിലോ ആയിട്ട് കുറഞ്ഞു. എത്ര മാസം കൊണ്ട്? 4 മാസം കൊണ്ട്. 4 മാസത്തെ ആ പ്രോഗ്രാം കൊണ്ട് 83 കിലോയിലായിട്ട് വന്നു. അതെ. ജോബി ചേട്ടാ, അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ആരോഗ്യ ലൈഫിനെ വിളിച്ചു. ശാലിനി എന്നോട് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ പ്ലാനിങ്ങുകളെല്ലാം പറഞ്ഞു. അതിനുശേഷം അവരൊരു സെപ്പറേറ്റ് ആയിട്ടൊരു കോച്ചിനെ എനിക്ക് തന്നു. വേറെ ഒരു സെപ്പറേറ്റ് ഒരു കോച്ചിനെ തന്നെ തന്നു. അങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഓരോ കോച്ചിനെ കൊടുക്കും. അതിനുശേഷം അവർ തന്നെ എന്നെ എല്ലാ ദിവസവും വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് വിടും, നിർദ്ദേശങ്ങൾ തരും. ഇന്ന കഴിക്കും, ഞാൻ എത്ര ക്വാണ്ടിറ്റി കഴിച്ചു, എപ്പോഴൊക്കെ കഴിച്ചു, ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഒരു പുതിയൊരു ജീവിത രീതി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഫോളോ അപ്പ് ചെയ്തു. എനിക്ക് എന്തായാലും ഏറ്റവും ബുദ്ധിമുട്ടും പഴയകാല ജീവിതത്തിൽ ഫോളോ അപ്പ്. ഞാൻ അവരോട് പറഞ്ഞു ഫോളോ അപ്പ് കിട്ടുക എന്നുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതുപോലെ ഒരു തണുപ്പുള്ള രാജ്യത്ത് നമ്മുടെ ജോലി രീതികൾ, ചൈൽഡ് കെയർ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫോളോ അപ്പും കൂടി വന്നപ്പോൾ എനിക്കത് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് വളരെ ഈസി ആയിട്ട് എനിക്കത് ട്രാക്കിൽ കയറാൻ പറ്റി. എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. നമുക്ക് ആ ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ അവസാനം വരെ അവർ ഫോളോ അപ്പ് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്തു. അങ്ങനെ എനിക്കത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിൽ റിസൾട്ട് കിട്ടി തുടങ്ങി. വെയിറ്റ് എന്നോട് ഒരാഴ്ച നോക്കാനായിട്ട് പറഞ്ഞു. എന്നാലും എനിക്കൊരു ആദ്യമൊരു കോൺഫിഡൻറ്റ് കുറവ് വന്നു. ഞാൻ 2 ആഴ്ച കൂടി നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കൂടി നോക്കിയപ്പം കറക്റ്റായിട്ട് വെച്ചാൽ 2 കിലോ അടുത്തോളം എനിക്ക് കുറേനായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ആരോഗ്യപരമായിട്ട് ഇപ്പോൾ ഹാപ്പിയാണ്. ആരോഗ്യമായിട്ട് എനിക്ക് മറ്റുള്ള കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാം റിവേഴ്സിലേക്ക് വരാൻ പറ്റി. ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ഭുതം, എല്ലാം റിവേഴ്സിലേക്ക് നിങ്ങൾ വന്നു, ഇനി നിങ്ങൾ ഇതേ രീതി തന്നെ അത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. ശാലിനി, ഇപ്പോൾ നമ്മൾ ജോബി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കേട്ടു. 20 കിലോയോളം വെയിറ്റ് 4 മാസം കൊണ്ട് കുറച്ചു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അപ്പോൾ ഈ അവിടുത്തെ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി -30 നടക്കാൻ പോയെന്ന് ജോബി ചേട്ടൻ ഇങ്ങനെ പറയണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ക്ലൈമറ്റ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ ബാധിക്കും, അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? അത് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ പേഴ്സണലൈസ്ഡ് പ്രോഗ്രാമാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി US നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ രാജ്യത്തിലെ കാലാവസ്ഥയും അവിടെ എന്ത് ഫുഡാണ് അവൈലബിലിറ്റി ഉള്ളതെന്നൊക്കെ നോക്കി അവർക്ക് വേണ്ടി നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി ഒരു പ്രോഗ്രാം ഒക്കെ? നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളം. 5 വർഷത്തോളം. അപ്പൊ അത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? എല്ലാ രാജ്യത്തു നിന്നുള്ള എല്ലാ രാജ്യത്തു നിന്നും നമുക്ക് ആൾക്കാർ ക്ലയൻസ് ഉണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. ജോബി ചേട്ടാ, വെയിറ്റ് ലോസിന് ശേഷം നാട്ടിലെത്തി, എവിടെയെങ്കിലുമൊക്കെ പോയോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്? തീർച്ചയായിട്ടും. ഞാൻ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ കുമളിയിൽ പെരിയാർ ടൈഗർ റിസർവിൽ ഒരു ട്രക്കിങ്ങിന് ഞാൻ പോയിരുന്നു. ഞങ്ങളും പോയിട്ടുണ്ട്, ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ കണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞൊരു ചാനലുള്ള പുള്ളിക്കാരൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ കാണാറുണ്ട് കാടുമായിട്ട് ബന്ധപ്പെട്ട്. അടിപൊളി ചാനലാണ്. അതെ, അദ്ദേഹം ഒരു അവസരം തന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ട്രക്കിങ്ങിന് പോയി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണ്ട് ഉള്ളുവഴി കൂടുതലും നമ്മൾ വാക്കിംഗ് ആയിരുന്നു. ഏകദേശം 15 കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നായിരുന്നു നടക്കാൻ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഹൈദരാബാദ് കപ്പിൾസ് അവർ തിരിച്ചു വന്നപ്പോൾ ടയർഡായി പോയി, ഇരിക്കേണ്ട സാഹചര്യക്ക് വന്നു. അപ്പോഴും ഞാൻ സ്പീഡിൽ തന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ ബുദ്ധിമുട്ട് വന്നേനെ, തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വന്നേനെ. എന്തായാലും താങ്ക് യു.
ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആരോഗ്യ ലൈഫ് അതിന് ജനങ്ങളോട് ഇത് കാണുന്നവരോട് എന്തെങ്കിലും ഒരു സജഷൻ ആയിട്ട് പറയാനുണ്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പം ആദ്യത്തെ എനിക്ക് 2 ആഴ്ച ഒരു ബുദ്ധിമുട്ട് വന്നതേ ഉള്ളൂ. പക്ഷെ അവർ കറക്റ്റായിട്ട് മടി ഒരു ചെറിയൊരു മടിയാണ്, നമുക്ക് ട്രാക്കിൽ കയറണമല്ലോ. കാരണം ഒരു ചെറിയൊരു അലസതയൊക്കെ വന്നു. പക്ഷേ ഈ കോച്ചുള്ളതാണ്, അവർ കറക്റ്റായിട്ട് എന്നെ വിളിച്ച് അവർ ഫോളോ ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ അതായിരുന്നു വേണ്ടിയിരുന്നത്. അതിനേക്കാളെല്ലാം ഉപരി നമുക്ക് വ്യക്തിക്ക് തന്നെ എനിക്ക് തന്നെ ജീവിതത്തിൽ നല്ല കാഴ്ചപ്പാട് ഉണ്ടായി. കാരണം എനിക്ക് ഹെൽത്ത് വേണം, ഇല്ലെങ്കിൽ മുന്നോട്ടത് ഇത് ഇങ്ങനെ പോയാൽ ശരിയായില്ല. കുഞ്ഞുങ്ങളുണ്ട്, ഫാമിലിയുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നല്ല രീതിക്ക് പോകണം എന്ന് എൻ്റെ ഉള്ളിൽ വന്ന് ഞാനും കൂടി അതിനുവേണ്ടി സന്നദ്ധനായി പ്രവർത്തിച്ചപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയത്. നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിതേ കോട്ടയത്ത് നിന്ന് വയനാട് എത്തിയതാണ്. ഈ സ്ഥലം എവിടെ കറക്റ്റ്? ഇത് വയനാട് സുൽത്താൻ ബത്തേരി. ഇവിടെയാണ് നമ്മുടെ ഓഫീസ് അല്ലേ? അതെ, ഐശ്വര്യ മാളിൽ. ഐശ്വര്യ മാളിനകത്താണ് ഓഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓഫീസിന്റെ ഉള്ളിലെ വിശേഷങ്ങളെ കാണാം. ഇതാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ആരോഗ്യ ലൈഫിന്റെ ഓഫീസ് അല്ലേ? ശരിക്കും ഓഫീസിന്റെ ആവശ്യമില്ലല്ലേ? ഇല്ല, നമ്മൾ ഓൺലൈനിലാണ് കൂടുതലും ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ അടുത്തുള്ളവർക്ക് മാത്രമേ നമുക്ക് ഓഫീസിലേക്ക് വരേണ്ട ആവശ്യം. വന്നു കഴിഞ്ഞാൽ ഇത് ഓഫീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ കാണാനും പറ്റും, എല്ലാം നേരിട്ട് അറിയാനും പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ യോഗയൊക്കെ ചെയ്യുന്നത് എവിടെയാ? നമുക്ക് വേറൊരു സെപ്പറേറ്റ് ഒരു ഓഫീസ്. അത് ഇതിന്റെ താഴത്തെ ഒരു ഓഫീസ് സെക്ഷൻ കൂടി ഉണ്ട്, അവിടെയാണ് യോഗയൊക്കെ ചെയ്യുന്നത്. യോഗ എക്സസൈസുകളൊക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്യാം. അവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ താഴത്തെ ഓഫീസ് അല്ലേ? അതെ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ യോഗയും എക്സസൈസുകളെ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് എടുത്തു കൊടുക്കുന്നത്. ഇപ്പൊ വന്നാൽ പോലും ചെയ്യാൻ പറ്റും, ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ട് ഇന്നൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ വന്നാലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതല്ലാതെ നമുക്ക് ഓൺലൈനായിട്ടും, അതായത് ചില ക്ലയൻസിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് മാത്രമായിട്ട് നമ്മൾ സിംഗിൾ ആയിട്ട് സെഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നു. പിന്നെ ഗ്രൂപ്പ് സെഷൻസ് നമുക്ക് രാവിലെ മോർണിംഗിലാണ് വരുന്നത്. അത് ഒരുമിച്ചായിട്ട് സൂമിലായിരിക്കും നമുക്ക് വരുന്നത് ക്ലാസ്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണോ? അതെ അതെ. ഇവര് എന്താ ചെയ്യുന്നത്? ഇത് അതുൽ, ഇവിടെ മെഡിറ്റേഷന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. ഇത് ചഞ്ചൽ, ഡയറ്റീഷ്യനാണ്, കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ എടുക്കുന്നത് നമ്മൾ ഇതിന്റെ സൈക്കോളജിക്കൽ വിങ് ആണ്. അതായത് മെന്റൽ ഹെൽത്ത്, മെഡിറ്റേഷൻ, ആ രീതിയിലുള്ള ക്ലാസ്സുകളും കോച്ചിങ്ങുകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാം. അതെ അതെ. എന്നിട്ടാണ് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. അതുൽ എന്നാണ്. മാഡം ഞാൻ ഡയറ്റീഷ്യനായിട്ടാണുള്ളത്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് വന്നിട്ട് ഡയറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളത് ഓൺലൈനായിട്ടും ചെയ്യും, ഇവിടെ വരുന്നവർക്കും ചെയ്യും. രണ്ടായിട്ടും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ കമന്റ് ബോക്സിലും ഉണ്ട്, വീഡിയോയ്ക്ക് അകത്ത് തന്നെ ഉണ്ട്. പിന്നെ വെബ്സൈറ്റ് ഉണ്ടല്ലേ? വെബ്സൈറ്റിന്റെ പേര് arogyalife.in. അതിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, തിരിച്ച് വിളിക്കുകയും ചെയ്യും, മെസ്സേജ് അയച്ചാലും മതി. വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ.